കണ്ണുടയ വള്ളലാരുടെ ഒഴിവിലൊടുക്കത്തിലെ അടുത്ത തിരുവെൺപായിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഈ തിരുവെൺപ ഗുരുവിൻ്റെ സവിധത്തിൽ സമർപ്പിക്കുന്ന ഒരു സത്യമൊഴിയാണ്. അതായത് ഏതൊരു മഹാഗുരുവാണോ തനിക്ക് ഒഴിവിലൊടുക്കത്തിലെ ദർശനം മുഴുവനും പകർന്നു തന്നത്, ആ മഹാഗുരുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കണ്ണുടയ വള്ളലാർ പറയുകയാണ്, ശീർക്കാഴിയിൽ ജന്മം കൊണ്ട ആ മഹാത്മാവിൻ്റെ തിരുവായ്മൊഴികൾ, അല്ലയോ സാധക, നിനക്ക് വേണ്ടി ഞാൻ മുഴുവനായും ഇവിടെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ഏതൊരു മഹാത്മാവായ തിരുஞான സംബന്ധരിൽ നിന്നാണോ ഈ തിരുദർശനം മുഴുവനും കണ്ണുടയ വള്ളലാർ കൈക്കൊണ്ടത്, അങ്ങനെ മോക്ഷത്തിൻ്റെ മഹാശൃംഗത്തിലേക്ക് ഉയർന്നു പൊങ്ങിയത്, ആ മോക്ഷശൃംഗത്തിൽ നിന്ന് താഴേക്ക് വന്നിട്ട് നമുക്ക് വേണ്ടി തിരുஞான സംബന്ധർ അരുളി ചെയ്ത ആ ദിവ്യമായ ഈശ്വര ദർശനത്തിൻ്റെ സമ്പൂർണ്ണ ഭൂമികയിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുന്നു. അപ്പോൾ ഒഴിവിലൊടുക്കം എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈ ദിവ്യദർശനം മുഴുവനും തിരുஞான സംബന്ധർ എന്ന മഹാഗുരുവിൽ നിന്ന് എന്നിലേക്ക് പ്രവഹിച്ച ആ തിരുஞாനമാണ്. ആ ജ്ഞാനമേഖലയിലേക്ക്, അല്ലയോ സാധക, നിന്നെ ഞാൻ കൈപിടിച്ച് ഉയർത്തി ആ ദിവ്യഭൂമിയിലേക്ക് നിന്നെ ഞാനിതാ കൊണ്ടുപോകുന്നു. അപ്പോൾ എൻ്റെ ഒഴിവിലൊടുക്കം എന്ന ഗ്രന്ഥത്തിലെ മുഴുവൻ ദർശനവും ഇവിടെ തിരുஞான സംബന്ധരുടെ തിരുവചനങ്ങളാണ്. തിരുஞான സംബന്ധർ പറഞ്ഞ അല്ലെങ്കിൽ എന്നിലേക്ക് പ്രവഹിപ്പിച്ച ആ ദിവ്യമായ ജ്ഞാനദർശനം മുഴുവനും, അല്ലയോ സാധക, നിനക്ക് വേണ്ടി ഞാനിതാ ഒഴിവിലൊടുക്കം എന്ന കൃതിയിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഈ അനശ്വരമായ ദർശനം, ഈ അനശ്വരമായ ആത്മഭാവം, അല്ലയോ സാധക, നീ ഒഴിവിലൊടുക്കത്തിൽ നിന്ന് കൈക്കൊണ്ട് നീ സാക്ഷാൽ മോക്ഷപദത്തിലേക്ക് എന്നെപ്പോലെ തന്നെ എത്തിച്ചേരുക. ഇതാണ് ഇവിടെ പറയുന്നത്. ആ രംഗമാണ് ഇവിടെ കണ്ണുടയ വള്ളലാർ ചിത്രീകരിക്കുന്നത്. നമുക്ക് ആ ദിവ്യമായ വാണിയിലേക്ക് കിടക്കാം. നിർവാണമാണ്ട് നിജബോധമതിൻ്റെ ബന്ധം ചെവ്വേ അറുത്ത് വഴികാട്ടിയ വേദവിജ്ഞൻ ചീകാഴിനാഥൻ അരുമത്തമിഴ് കോവിദൻ താൻ ഏകാന്ത ബുദ്ധിയോട് ഉരച്ചത് എനിക്കിതെല്ലാം. ഏകാന്ത ബുദ്ധിയോടെ തിരുஞான സംബന്ധർ എനിക്ക് വേണ്ടി ഉരച്ച ഈ ദിവ്യവാണി ഞാൻ, അല്ലയോ ശിഷ്യ, നിനക്ക് വേണ്ടി പകർന്നു തരുന്നു. അപ്പോൾ ഗുരുപരമ്പരകൾ ഇങ്ങനെ കൈമാറി വരുന്ന ആ ദിവ്യമായ പ്രകാശധാര ഇപ്പോഴിതാ ഒഴിവിലൊടുക്കത്തിലൂടെ നമ്മിലേക്ക് പ്രവഹിക്കുന്നു. ഈ ദിവ്യധാരയിൽ മുങ്ങിക്കുളിച്ച് ഒഴിവിലൊടുക്കത്തിൻ്റെ ആന്തരികമായ ധ്വനിതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ദിവ്യമായ ശിവപ്പൊരുൾ, ആ ദിവ്യമായ ശിവജ്ഞാനബോധം ഹൃദയത്തിൽ നിറച്ച്, അല്ലയോ സാധക, നീ ആ ദിവ്യപ്രകാശധാരയിലേക്ക്, ആ ശിവപ്രകാശധാരയിലേക്ക്, ആ അരുൾ പ്രകാശത്തിലേക്ക് എത്തിച്ചേർന്നാലും അങ്ങനെ നിത്യമായ ശിവപ്രകാശമായി നീ ജ്വലിച്ചു നിൽക്കട്ടെ. നിർവാണമുണ്ട്, നിർവാണത്തിൽ മുങ്ങിയ തിരുஞான സംബന്ധരാണ്. അതായത് സാക്ഷാൽ മോക്ഷസുഖാപ്തിയിൽ മുങ്ങിക്കുളിച്ച നിർവാണമാണ്ട തിരുஞான സംബന്ധർ നിജബോധമതിൻ്റെ അവസ്ഥാ
ബന്ധത്തെ ചെവിയറുത്ത് വഴികാട്ടിയ വേദവിജ്ഞൻ. ഈ മഹാഗുരു എന്താണ് ചെയ്തത്? നിജബോധം അതിൻ്റെ ബന്ധം ചെവിയറുത്ത് എന്നിലെ ജീവബോധത്തെ പൂർണ്ണമായും അറുത്ത് കളഞ്ഞ് എനിക്ക് വഴികാട്ടിയ വേദവിജ്ഞനാണ്. അപ്പോൾ എനിക്ക് മോക്ഷത്തിലേക്കുള്ള പാത കാണിച്ചു തന്ന ആ വേദവിജ്ഞനാണ് ഇവിടെ തിരുജ്ഞാനസംബന്ധർ. എനിക്ക് വഴികാട്ടിയ, എന്നെ ജ്ഞാനഭൂമിയിലേക്ക് നയിച്ച വഴികാട്ടിയാണ് വേദവിജ്ഞനായ ഈ നിർവാണ സ്വരൂപമാണ്ട തിരുജ്ഞാനസംബന്ധർ. അദ്ദേഹം എങ്ങനെയാണ്? ചീർക്കാഴിനാഥൻ, ശീർക്കാഴിനാഥനാണ്. ശീർക്കാഴിയിലെ ശിവപെരുമാൻ തന്നെയാണ് അദ്ദേഹം. തിരുജ്ഞാനസംബന്ധർ ശീർക്കാഴിയിലെ ശിവപെരുമാൻ തന്നെയാണ്. ശീർക്കാഴിയിൽ ആരാണോ സർവലോകത്തിനും ഐശ്വര്യം പ്രദാനം ചെയ്ത് വാഴുന്ന ആ ശീർക്കാഴിനാഥനായ പരമശിവനാണ്, സദാശിവനാണ് ഇവിടെ തിരുജ്ഞാനസംബന്ധർ. അപ്പോൾ ഇവിടെ ശിവഭഗവാനും തിരുജ്ഞാനസംബന്ധറും ഒന്ന് തന്നെയാണ്. ശീർക്കാഴിനാഥനായ ആ തിരുജ്ഞാനസംബന്ധരാകുന്ന ശിവഗുരു അരുമത്തമിഴ് കോവിദൻ, തമിഴ് കോവിദൻ, തമിഴിലെ വേദാന്ത പണ്ഡിതനായ, ആഗമ പണ്ഡിതനായ തമിഴ് കോവിദൻ. അപ്പോൾ ഇവിടെ തമിഴിൻ്റെ മഹത്വം കൂടി ചിത്രീകരിക്കുന്നു. തമിഴ് എന്നുള്ളത് ലോകത്തിലെ ആദിമ ഭാഷയാണ്. അത് ശിവഭാഷയാണ്. ആ ശിവഭാഷയുടെ കോവിദനാണ്. അതായത് ശിവഭാഷയുടെ ഉത്തുംഗമായ സോപാനത്തിൽ വിഹരിക്കുന്ന ആ തമിഴ് കോവിദനാണ് ഇവിടെ തിരുജ്ഞാനസംബന്ധർ. അദ്ദേഹം എങ്ങനെയാണ്? ഏകാന്ത ബുദ്ധിയോടെ എന്നിൽ ഉരച്ച ഈ തിരുവായ്മൊഴി അങ്ങനെ തന്നെ ഞാൻ ഒടുക്കത്തിൽ പകർത്തുന്നു. അപ്പോൾ ഏകാന്ത ബുദ്ധിയോടെ ഈ തമിഴ് കോവിദനായ മഹാഗുരു, നിർവാണാത്മാണ്ട ഈ മഹാഗുരു അരുളി ചെയ്ത ആ തിരുവചനങ്ങൾ അത്രയും, ആ തിരുദർശനങ്ങൾ അത്രയും ഒഴിവിലൊടുക്കത്തിൽ ഞാൻ സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കണ്ണുടയ വള്ളലാർ പറയുന്നത്. അപ്പോൾ ശീർക്കാഴിയുടെ പാരമ്പര്യം കൂടി നമുക്കിവിടെ നോക്കണം. ശീർക്കാഴിനാഥൻ, അതായത് സാക്ഷാൽ ശിവൻ, ശിവൻ്റെ നാടാണ് ശീർക്കാഴി, ശ്രീകാഴി. ആ ശീർക്കാഴിയിൽ വാണരുളുന്ന തിരുജ്ഞാനസംബന്ധർ, അതായത് ശിവമൊഴി ആരിലേക്ക് പകരുന്നു? തിരുജ്ഞാനസംബന്ധരിലേക്ക് പകരുന്നു. ആ തിരുജ്ഞാനസംബന്ധരിലേക്ക് പകർന്ന ആ തിരുവായ് മുഴുവനും ഇപ്പോഴിതാ ശീർക്കാഴിയിൽ തന്നെ ജന്മം കൊള്ളാൻ ഭാഗ്യം ലഭിച്ച ആ കണ്ണുടയ വള്ളലാരിലേക്ക് പകരുന്നു. അപ്പോൾ നോക്കൂ, ആ ദിവ്യമായ ജ്ഞാനം എങ്ങനെ പകർന്ന് വരുന്നു എന്ന്. ആദ്യം അത് ശീർക്കാഴിയിലെ ശിവഗുരുവിൽ നിന്നാണ്, ശിവനാഥനിൽ നിന്നാണ്, സദാശിവനിൽ നിന്നാണ് ഒഴുകി വന്നത്. അത് തിരുജ്ഞാനസംബന്ധരിലേക്ക് വരുന്നു. തിരുജ്ഞാനസംബന്ധർ കണ്ടെത്തിയ, ആവിഷ്കരിച്ച ആ ശിവമൊഴി ഇപ്പോഴിതാ ശീർക്കാഴിയിൽ തന്നെ ജന്മം കൊണ്ട് കണ്ണുടയ വള്ളലാരിലേക്ക് പകരുന്നു. കണ്ണുടയ വള്ളലാരിൽ നിന്ന് ഒഴിവിലൊടുക്കത്തിലൂടെ അത് കേരളത്തിൽ, ഈ ദ്രാവിഡ ദേശത്ത് കേരളത്തിൽ അത് സാക്ഷാൽ ചട്ടമ്പി സ്വാമികളിലേക്ക് പകരുന്നു. ശ്രീനാരായണ ഗുരുദേവനിലേക്ക് പകരുന്നു. ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് ശ്രീനാരായണ തീർത്ഥപാദറിലേക്ക് പകരുന്നു. അങ്ങനെ ശ്രീനാരായണ ഗുരുവിൽ നിന്നും ചട്ടമ്പി സ്വാമികളിൽ നിന്നും ഒഴിവിലൊടുക്കത്തിൻ്റെ മഹാരഹസ്യം മനസ്സിലാക്കിയ ശ്രീനാരായണ തീർത്ഥപാദർ ഇപ്പോഴിതാ തിരുവല്ലം ഭാസ്കരൻ നായരിലൂടെ, അതിനു മുമ്പ് സാക്ഷാൽ തിരുവല്ലത്തിൻ്റെ ഗുരുവായ സാധു ഗോപാലസ്വാമികളിലൂടെ പിന്നെ തിരുവല്ലത്തിലേക്ക് പകരുന്നു. അങ്ങനെ തിരുവല്ലത്തിലൂടെ പിന്നീട് ഇപ്പോഴിതാ ഈ
നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴിതാ നമ്മിലേക്ക് പകർന്നൊഴുകുന്നു. അപ്പോൾ ഈ വിജ്ഞാനധാര എവിടെ തുടങ്ങി എവിടെ വരെ എത്തി നിൽക്കുന്നു? ധാര മുറിയാതെ സാക്ഷാ സ്നേഹം പോലെ, സ്നേഹം എന്ന് വെച്ചാൽ എണ്ണ, ആ എണ്ണയുടെ പ്രവാഹം പോലെ ധാര മുറിയാതെ ഇപ്പോൾ നമ്മിലേക്ക് പ്രവഹിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ശിവവചനം, ഒഴിവിലൊടുക്കത്തിലെ ഈ ശിവമൊഴി, സാക്ഷാ സദാശിവനിൽ നിന്ന് ആരംഭിച്ച് നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയി ഈ വർത്തമാനകാലത്തിൽ നമ്മിലേക്ക് ഇതാ സുധാരസം പോലെ, അമൃതവർഷം പോലെ പെയ്തിറങ്ങുന്നു. ഈ അമൃതവർഷത്തിൽ മുങ്ങിക്കുളിച്ച് തിരുജ്ഞാന സംബന്ധരു അരുളി ചെയ്ത ഈ മഹാദർശനം കണ്ണുടയ വള്ളലാർ ഒരു വാക്ക് പോലും വിട്ടുപോകാതെ തമിഴിൻ്റെ മഹാസൗന്ദര്യ ലോകത്തിൽ നിന്നുകൊണ്ട് തന്നെ തിരുജ്ഞാന സംബന്ധരുടെ ആ നിർവാണ മഹത്വം മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് ഒഴിവിലൊടുക്കത്തിലൂടെ നമ്മിലേക്ക് പകരുന്നു. നമുക്കും ഈ മഹാസത്യവചനം, ഈ ശിവമൊഴി, ഈ സാക്ഷാൽ നിർവാണമൊഴി നമുക്കും ഉൾക്കൊണ്ടുകൊണ്ട് ആരാണോ നമ്മെ കൈലാസത്തിൻ്റെ അതിഥികയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്, ആ മഹാചാര്യനായ കണ്ണുടയ വള്ളലാരുടെ, ആ കണ്ണുടയ വള്ളലാർക്കും ഗുരുവായ തിരുജ്ഞാന സംബന്ധരുടെയും ഗുരുവായ സാക്ഷാൽ ശിവയോഗിയായ മഹാജ്ഞാന മണ്ഡലത്തിൻ്റെ മഹാസ്വരൂപനായ ഭഗവാൻ സദാശിവനിലൂടെ നമുക്ക് കടന്നു ചെന്ന് സാക്ഷാൽ ബ്രഹ്മസ്വരൂപത്തിൽ എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ ഈ വഴി, അതിദീർഘമായ ഈ വഴിയെ വളരെ പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്കിതാ കണ്ണുടയ വള്ളലാർ ഒരു ഷോർട്ട് കട്ടായിട്ട് വളരെ വേഗത്തിൽ എത്തിച്ചേരാവുന്ന, അതായത് ചര്യ, ക്രിയ, യോഗ ഈ മാർഗങ്ങളൊന്നും കൂടാതെ തന്നെ സാക്ഷാൽ ജ്ഞാനഭൂമിയിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ഒരു വിമാനയാത്രയാണ് ഒഴിവിലൊടുക്കത്തിലൂടെ നാം ഇനി നിർവഹിക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, 1000 ആണ്ടുകളായി മനുഷ്യാത്മാവ് തപം ചെയ്ത് നേടിയ ഈ ദിവ്യജ്ഞാനം വളരെ എളുപ്പത്തിൽ, അതായത് ചര്യ, ക്രിയ, യോഗ ഇതൊന്നും കൂടാതെ തന്നെ നേരെ ജ്ഞാനത്തിൻ്റെ ദിവ്യഭൂമിയിലേക്ക് വളരെ പെട്ടെന്ന് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ഒഴിവിലൊടുക്കമെന്ന ഈ അത്ഭുത കൃതി ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തയ്യാറെടുക്കാം. നിർവാണമാണ്ട് നിജബോധം അതിൻ്റെ ബന്ധം ചെവ്വേ അറുത്ത് വഴികാട്ടിയ വേദവിജ്ഞൻ ചീർക്കാഴിനാഥൻ അരുമത്തമിഴ് കോവിദൻ താൻ ഏകാന്ത ബുദ്ധിയോട് ഉരച്ച ഒഴിവിലൊടുക്കം ഇതാ ഞാൻ എല്ലാവർക്കുമായി പകർന്നു തരുന്നു. ഈ ദിവ്യാമൃതധാരയിൽ മുങ്ങിക്കുളിച്ച് സാക്ഷാ ജ്ഞാനാബ്ധിയിൽ ആണ്ട് ലയിച്ചു ചേരാൻ ഇതാ നമ്മൾ എല്ലാവരെയും, ഹൃദയശുദ്ധിയുള്ള എല്ലാവരെയും ക്ഷണിക്കുന്നു. ഓം ശിവായ നമഃ.